പ്രൈസ് ദി ലോർഡ്. വ്യാജ സുവിശേഷകർ നിമിത്തം ലോകത്തിന് വരാൻ പോകുന്ന ചില കഷ്ടങ്ങൾ. യേശുക്രിസ്തുവിന് രഹസ്യവരവുണ്ടെന്നും അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുമുള്ള നുണപ്രചരണം നടത്തുന്ന സുവിശേഷകരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ്. പാശ്ചാത്യ പണ്ഡിതന്മാരുടെ ഈ വ്യാജ കണ്ടുപിടുത്തം കോപ്പി അടിച്ചുകൊണ്ടാണ് കള്ളസുവിശേഷകർ ഈ വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു സുവിശേഷങ്ങളിൽ മത്തായി 24 പറഞ്ഞിട്ടുള്ള അവസാന കാലത്തെ കള്ള പ്രവാചകരാണിവർ. മത്തായി 24:44 അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒതുങ്ങിയിരിപ്പിൻ എന്ന വചനം എടുത്തുകൊണ്ടാണ് കള്ളപ്രവാചകർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വചനങ്ങളൊന്ന് വായിക്കാം. മത്തായി 24 3-5, 11, 24, അതുപോലെ തന്നെ 44 അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്ന് അതെപ്പോൾ സംഭവിക്കും എന്നും നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. അതായത് നിങ്ങൾ വിചാരിക്കുന്ന സമയത്തല്ല വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. രഹസ്യമായിട്ട് വരുന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്നത് ഇവർ വിചാരിക്കുന്ന സമയത്തല്ല കർത്താവ് വരുന്നത് എന്നാണ്. ഇവരുടെ വിശ്വാസം അനുസരിച്ച് എല്ലാ കഷ്ടങ്ങൾക്കും മുമ്പാണ് കർത്താവ് വന്ന് അവരെടുക്കാൻ പോകുന്നത്. ഇങ്ങനെ തെറ്റായി പറഞ്ഞാലും ആർക്കും ദോഷമില്ല എന്നതാണ് ഇവരുടെ ഭാഷ്യം. മുമ്പിപ്പോൾ ഒരു തവണ വന്നാൽ ഇപ്പം എന്താ കുഴപ്പം എന്നാണ് ഇവരിപ്പോൾ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യാജം പറയുന്നതിനാൽ വലിയ ദോഷം ലോകത്തിനുണ്ട്. അതിനെക്കുറിച്ച് ആണ് നമ്മൾ ഇനിയിപ്പോൾ താഴെ പറയാൻ പോകുന്നത്. എന്നാൽ അന്തിക്രിസ്തുവിൻ്റെ കാലത്തിന് മുമ്പുള്ളതും അന്തിക്രിസ്തുവിൻ്റെ കാലത്തും സംഭവിക്കാൻ പോകുന്ന സകല കഷ്ടങ്ങളിൽ കൂടെയും കടന്നുപോയിട്ട് തന്നെയാണ് വളരെ ചെറിയ ഒരു വിഭാഗം വിശ്വാസികൾക്ക് ഉൾപ്രാവണം ഉണ്ടാകുന്നതെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. വ്യാജ സുവിശേഷകരുടെ പഠിപ്പിക്കൽ നിമിത്തം ലോകത്തിന് 2 വിഭാഗം വിശ്വാസികൾക്കും ജാതികൾക്കും ഉണ്ടാകാൻ പോകുന്ന വ്യാകുലത്തെക്കുറിച്ചാണ് ചുരുക്കത്തിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ദൈവവിശ്വാസികളെക്കുറിച്ചുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ രഹസ്യവരവിൽ ഉൾപ്രാവണത്തിനായി കാത്തിരുന്നിട്ട് അത് സംഭവിക്കാതിരിക്കുകയും വെളിപ്പാട് പുസ്തകത്തിലെ കഷ്ടങ്ങൾ ഓരോന്നായി സംഭവിക്കുകയും അത് അവരെ ബാധിക്കുകയും ചെയ്യുമ്പോൾ അവർ നിരാശരാകുകയും വിശ്വാസത്തിൽ നിന്നും വീഴ്ച സംഭവിക്കുകയും ചെയ്യും. ഇതാണ് 2 തെസ്സലോനിക്കർ 2:3 പറഞ്ഞിരിക്കുന്ന വിശ്വാസത്യാഗം. അത് വായിക്കാം. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അതായത് വിശ്വാസത്യാഗം ഇങ്ങനെ ഉണ്ടായതിനു ശേഷമാണ് അന്തിക്രിസ്തു വെളിപ്പെടുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് 6:12 6-ാം മുദ്ര തുറക്കുമ്പോൾ ലോകവ്യാപകമായി ഉണ്ടാകാൻ പോകുന്നതായി പറഞ്ഞിരിക്കുന്ന സംഭവം നടക്കുമ്പോൾ സൂര്യൻ ഇരുണ്ടു പോകുകയും ചന്ദ്രൻ രക്തവർണ്ണമായി തീരുകയും ചെയ്യുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ചന്ദ്രന് പ്രകാശമില്ലെന്ന് പറയുന്നില്ല. ഇത് അധിക കാലതാമസമില്ലാതെ നടക്കാൻ പോകുന്ന ലോകവ്യാപകമായ ഭൂമികുലുക്കത്തോടെ ഉണ്ടാകുന്ന കാര്യമാണ്. അത് നോക്കാം. വെളിപ്പാട് 6:12 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. ഇതാണ് ആ വചനം. പിന്നെ ഈ സംഭവം മത്തായി 24:29 പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. ഈ 2 സംഭവങ്ങളും വ്യത്യസ്തമാണ്. മത്തായി 24:29 സൂര്യൻ ഇരുണ്ടു പോകുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് കർത്താവിൻ്റെ വരവിൻ്റെ സമയത്താണ് നടക്കുന്നത്. നോക്കാം. മത്തായി 24:29 ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും. നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നേരത്തെ വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് അത് ചന്ദ്രൻ രക്തവർണ്ണമായി തീരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടും രണ്ടാണെന്നർത്ഥം. പിന്നെ അവിശ്വാസികൾ അല്ലെങ്കിൽ ജാതികൾ, ഭൂമിയിലെ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ വെളിപ്പാട് 6:12 പറയുന്ന കാര്യങ്ങൾക്ക് ശേഷം കുഞ്ഞാടിൻ്റെ അതായത് യേശുക്രിസ്തുവിൻ്റെ കോപദിവസം വന്നു എന്ന് പറയുന്നു. വെളിപ്പാട് 6:15-17 ഇവർ ഇങ്ങനെ പറയാൻ കാരണം വ്യാജ സുവിശേഷകരുടെ പ്രവർത്തനമാണ്. വെളിപ്പാട് 6:12 പറയുന്ന കാര്യവും മത്തായി 24:29 പറയുന്ന കാര്യവും ഒന്ന് തന്നെയാണ് എന്നുള്ള വ്യാജ സുവിശേഷകരുടെ സംസാരമാണ് ലോകജാതികളുടെ വേവലാതിക്ക് കാരണം. വെളിപ്പാട് 6:15-17 വായിക്കാം. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും
കുഞ്ഞാട്ടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. ഈ ഒരു സംഗതി എന്ന് പറയുന്നത് ഉടനെ വേൾഡ് വൈഡായിട്ടുണ്ടാകുന്ന ഭൂമികൾക്കമാണ്. ആ സമയത്ത് സൂര്യനും ചന്ദ്രനും വ്യത്യാസം വരികയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, 6:12 പറയുന്നത്. സുവിശേഷകന്മാരെല്ലാം ഇങ്ങനെയുള്ള സംഭവം എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്ന അതേ കാര്യമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞ സമയത്ത് ന്യായവിധി നടക്കും. ന്യായവിധി എന്ന് പറയുന്നത് അത് ഒരു പ്രതിഫല വിഭജനമാണ്. അപ്പോൾ ആ ന്യായവിധി വന്നു എന്ന് ഈ സുവിശേഷന്മാർ ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇവിടെ ന്യായം വിധിക്കാൻ വന്നിരിക്കുകയാണ് എന്നവർ പറയുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ വ്യാജ സുവിശേഷം കൊണ്ട് ലോകത്തിലെ ജാതികൾക്കും പ്രശ്നമാണ്. പക്ഷേ ആ സമയത്തല്ല യഥാർത്ഥത്തിൽ യേശുക്രിസ്തു വരുന്നത്. യേശുക്രിസ്തു വരുന്നത് അത് കഴിഞ്ഞിട്ട് അനവധി കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമേ യേശുക്രിസ്തു വരുള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. വെളിപ്പാട് പുസ്തക വിശദീകരണ ചിത്രം ഒന്ന് നോക്കാം. ഇതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം വിശദീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. 7 മുദ്രകളിൽ 1-ാമത്തെ മുദ്രയാണിത്. ഈ മുദ്ര തുറക്കുന്നത് അന്തിക്രിസ്തു വരുന്നു എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അന്തിക്രിസ്തുവേ അല്ല. അത് യഥാർത്ഥത്തിൽ AD 1600 മുതൽ വെള്ളക്കാർ ലോകം കീഴടക്കാൻ തുടങ്ങിയ സമയത്തെക്കുറിച്ചാണ് ഈ കാണിക്കുന്നത്. റാപ്ചർ നടന്നതിന് ശേഷമാണ് അന്തിക്രിസ്തു വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. അത് ഒരിക്കലും ശരിയല്ല. 4-ാം മുദ്ര തുറന്നു ഇരിക്കുകയാണ് ഇപ്പോൾ. ഇവരുടെ ഈ കണക്കപ്പം തന്നെ തെറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്തിക്രിസ്തു വരുന്നത് എപ്പോഴാണ്? 3-ാം ലോക മഹായുദ്ധം ഉണ്ടായതിന് ശേഷം മാത്രമേ അന്തിക്രിസ്തു വരുള്ളൂ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. 6-ാം മുദ്രയോടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ 6-ാം മുദ്രയുടെ സമയത്താണ് ഈ വെളിപ്പാട് 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്ന ഭൂമിയിലൊക്കെ ഉണ്ടാകുന്നത്. ആ സമയത്തല്ല ക്രിസ്തു വരുന്നത്. അന്തിക്രിസ്തുവിൻ്റെ കാലം അവസാന ദിവസത്തിലാണ് യേശുക്രിസ്തു വരുന്നത്. അപ്പോൾ അവിടെ ഒരു ന്യായവിധി ഉണ്ട്. ന്യായവിധി എന്ന് പറയുന്നത് അന്ത്യവിധിയല്ല. അന്ത്യവിധി എന്ന് പറയുന്നത് അതെല്ലാം കഴിഞ്ഞ് 1000 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് അന്ത്യവിധി വരുന്നത്. വെള്ളസിംഹാസന വിധി എന്ന് പറയുന്നത്. കള്ള സുവിശേഷ പ്രവർത്തനം കാരണം എന്താണ്ടാണെന്ന് വെച്ചാൽ ആൾക്കാർ കൺഫ്യൂസ് ആവുകയാണ്. കൺഫ്യൂസായിട്ട് ഇവിടെ യേശുക്രിസ്തു വരുമെന്ന് അവരങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ വെളിപ്പാട് 6-ൽ കണ്ടത്. 15-ാം വാക്യം മുതൽ 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് അതാണ്. ഇതൊക്കെ ഇവർ ഈ വെറിയില്ലായ്മ കൊണ്ടാണ് ഇവിടെ സംഭവിക്കണമെന്നാണ് നമുക്കത് മനസ്സിലാവുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകം നമ്മൾ നന്നായിട്ട് വായിച്ച് ഗ്രഹിച്ചാൽ മാത്രമേ ഈ കാര്യം നമ്മൾക്ക് മനസ്സിലാവും. അതിന് ഈ ക്രിസ്ത്യൻ ആൾക്കാരുടെ കള്ളസുവിശേഷം, അവരുടെ വെളിവില്ലായ്മ നമ്മൾ പഠിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ചാർട്ട് ഉണ്ടാക്കാൻ ദൈവം എനിക്ക് കൃപ തന്നുകൊണ്ടാണ് ഇത് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. അത് വായിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ വരുമ്പോഴാണ് തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. അത് വിശ്വസിക്കുകയും ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇതാണ് ഇതിൻ്റെ ചുരുക്കത്തിലുള്ളൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്.